അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1251. സൂറത്തുൽ അംഫാൽ 1 മുതൽ 4 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يسألونك عن الأنفال قل الأنفال لله والرسول فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. 8-ാം അധ്യായം സൂറത്തുൽ അംഫാൽ ആരംഭിക്കുകയാണ്. ഇവിടെ മദനി സൂറകളിൽപ്പെട്ടതാണ് സൂറത്തുൽ അംഫാൽ. 75 സൂക്തങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. കഴിഞ്ഞ സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമ വിജയവും അതേപോലെ യഥാർത്ഥ പരാജയവും ഇത് രണ്ടിന്റെയും കൃത്യമായ രൂപങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നുവല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകിയിട്ടുള്ള നല്ലവരുടെ ഉദാഹരണങ്ങൾ, അല്ലാഹു പരാജയം നൽകിയ ഇബ്ലീസിന്റെയും അതേപോലെ തന്നെ ബൽആമുൻ ബഅൂറയിന്റെയും ഒക്കെ ഉദാഹരണങ്ങൾ, അതൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അപ്പൊ അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ അവന്റെ ഇച്ഛയും താല്പര്യങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടായാൽ അത് അന്തിമ പരാജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അപ്പൊ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ താല്പര്യത്തിനും ഇഷ്ടത്തിനുമല്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മഹിതമായ ആശയങ്ങളുടെ ഒപ്പം നിൽക്കാനുള്ള മാനസിക സന്നദ്ധതയിലേക്ക് നമ്മൾ വഴിമാറിക്കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ വിജയത്തിന്റേതായിട്ടുള്ള സാഹചര്യം ഒരുക്കപ്പെടുക. അപ്പൊ കഴിഞ്ഞ സൂറത്തിൽ വ്യക്തിപരമായ താൽപര്യങ്ങൾക്കൊപ്പം നിൽക്കുകയും അള്ളാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനത്തെ അവഗണിക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിച്ചവർ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആഴ്ത്തപ്പെട്ടിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചപ്പോൾ അതിനെ തുടർന്ന് ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കം തന്നെ പറയുന്നത് സമരാർജിത സ്വത്തുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കുണ്ടാവേണ്ട ഒരു പ്രത്യേക കാഴ്ചപ്പാടിനെ കുറിച്ചാണ്. അപ്പൊ ഈ സൂറത്തും കഴിഞ്ഞ സൂറത്തും തമ്മിലുള്ള ഒരു ബന്ധം ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ബൽആമുൻ ബഅൂറ ദുനിയാവ് കണ്ട് കണ്ണു മഞ്ഞളിച്ചതുപോലത്തെ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവണ്ട. അല്ലാഹുവും അവന്റെ റസൂലും എന്താണോ പറയുന്നത് അതിന്റെ ഒപ്പം നിൽക്കൂ, അവനിൽ ബരമേൽപ്പിച്ച് മുന്നോട്ട് പോകൂ. അല്ലാതെ ഈ താൽക്കാലികമായ ദുനിയാവിന്റെ സന്തോഷവും അതിന്റെ നേട്ടങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് മുതിർന്ന് പരലോകം നഷ്ടപ്പെടുത്തരുത് എന്ന ഒരു വലിയ സന്ദേശമാണ് വാസ്തവത്തിൽ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല നൽകുന്നത്. ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളും പറഞ്ഞ് അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. യസ്അലൂനക അനിൽ അംഫാൽ, തങ്ങളോടവർ സമരാർജിത സ്വത്തുക്കളെ സംബന്ധിച്ച് ചോദിക്കും. ഖുൽ നബിയെ അങ്ങ് പറയുക, അൽ അംഫാലു സമരാർജിത സ്വത്തുക്കൾ ലില്ലാഹി വർ റസൂൽ, അള്ളാഹുനും അവന്റെ റസൂലിനും ഉള്ളതാണ്. അഥവാ അതെങ്ങനെ ക്രയവിക്രയം ചെയ്യണം, അതെങ്ങനെ അതിന്റെ കൈകാര്യം എങ്ങനെ നടത്തണം എന്നത് തീരുമാനിക്കാനുള്ള ഫൈനൽ അതോറിറ്റി അള്ളാഹും അവന്റെ റസൂലുമാണ്. ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅസ്ലിഹു ദാത്ത ബൈനിക്കും,
നിങ്ങൾക്കിടയിൽ നിങ്ങൾ രത്നിപ്പുണ്ടാക്കുകയും യോജിപ്പുണ്ടാക്കുകയും ചെയ്യുക. തർക്കിച്ച് നിങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകുന്ന സാഹചര്യം ഉണ്ടാകരുത്. വാത്തയുല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും വേണ്ട റസൂലിനെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. ഇന്നമൽ മുഅ്മിനൂന, നിശ്ചയം യഥാർത്ഥ സത്യവിശ്വാസികൾ അല്ലദീന, ഒരു വിഭാഗം മാത്രമാണ്. ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കിടുക്കും, അവരുടെ ഹൃദയങ്ങൾ ഭയപ്പെടും. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു, അള്ളാഹുവിന്റെ ആയത്തുകൾ അവരുടെ മേലിൽ ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാന, അതവർക്ക് വിശ്വാസം വർദ്ധിപ്പിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ നാഥന്റെ മേലിൽ മാത്രം ബരമേൽപ്പിക്കുന്നവരുമാണ്. ഇവർ മാത്രമാണ് യഥാർത്ഥ വിശ്വാസികൾ. അല്ലദീന യുഖീമൂന സ്വലാഹ്, അവർ നിസ്കാരം മുറപ്രകാരം നിലനിർത്തുന്നവരും വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, ഇപ്പറഞ്ഞ 5 വിശേഷണങ്ങൾ ഉള്ളവർ അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ നാഥന്റെ അടുക്കൽ ധാരാളം സ്ഥാനങ്ങളുണ്ട്. മഗ്ഫിറത്തുൻ, പാപമോചനവുമുണ്ട്. വരിസ്ഖുൻ കരീം, മഹത്തായ ഉപജീവനവും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോ ഈ സൂറത്തിന്റെ ആരംഭത്തിൽ തന്നെ യസ്അലൂനക അനിൽ അൻഫാൽ, സമരാർജിത സ്വത്തിനെ സംബന്ധിച്ച് അവർ തങ്ങളോട് ചോദിക്കും. ഇത് എന്തിനെക്കുറിച്ചാണ്? പ്രധാനമായും ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷമുണ്ടായിട്ടുള്ള ഒരു സംഭവത്തിന്റെ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധം നടക്കുന്ന ദിവസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇമാം ഖാസിൻ തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. പിന്നെ ബദർ യുദ്ധം നടന്ന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, യുദ്ധത്തിന് സ്വാഭാവികമായും ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻ വ്യത്യസ്തമായിരിക്കുമല്ലോ. ചിലർ ശത്രുക്കളോട് നേരിട്ട് പൊരുതുന്നവരായിരിക്കും, വേറെ ചിലർ പോരാളികൾക്ക് വേണ്ട മറ്റു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നവരായിരിക്കും. വെള്ളം കോരലും വിറക് വെട്ടലും അടക്കം ഓരോ സംഗതികളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടിയും ജോലിയും ഉണ്ടാവും. അപ്പൊ ഈ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ, ചിലപ്പോൾ ചില ആളുകൾ വെറും മോറൽ സപ്പോർട്ടുമായിട്ട് മാത്രം വന്ന് നിൽക്കുന്നുണ്ടാകും, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഒരു സമൂഹം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. ആ സമൂഹത്തിൽ അവരുടെ കൂടെ എല്ലാവരുടെയും കൂടെ അവർക്കൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടും നിന്നവരുണ്ടാകും. അപ്പൊ ഇവരിൽ നിന്ന് ആർക്കൊക്കെയാണ് ഈ സ്വത്തിൽ, സമരാർജിത സ്വത്തിൽ അവകാശമുള്ളത് എന്നത് സംബന്ധമായി സഹാബത്തിന്റെ ഇടയിൽ സ്വാഭാവികമായും എന്തുണ്ടാവുകയാണ്? ഒരു തർക്കം ഉടലെടുക്കുകയാണ്. കാരണം എന്താ? സ്വത്ത് ലഭിക്കുമ്പോ അത് അവനവന് തന്നെ കൂടുതൽ കിട്ടാനുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായും ഓരോരുത്തർ നടത്തുമല്ലോ. അപ്പോ വയസ്സുള്ള ആളുകളും മറ്റുമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധത്തിലൊന്നും സംബന്ധിക്കാൻ സാധിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ശത്രുവിനോട് പൊരുതിയിട്ടൊന്നുമില്ല. അവര് പതാകക്ക് കീഴിൽ ഒരു അംഗം എന്ന രൂപത്തിൽ നിലകൊണ്ടിട്ടുള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വന്നപ്പോ ഈ സമരാർജിത സ്വത്തുക്കൾ ഓരോരുത്തരും കൈക്കലാക്കുന്നൊരു ഘട്ടം വന്നപ്പോ ഈ വയസ്സായ ആൾക്കാർ പറഞ്ഞു, ലാ തദ്ഹബു ബിഹി ദൂനന വലാ തസ്തഅ്സിറു ബിഹി അലൈന, സ്വത്തൊക്കെ നിങ്ങൾ കൊണ്ടുപോയല്ലേ, ഫഇന്നാ കുന്നാ റിദ്അല്ലക്കും, അല്പം നമുക്കും തരണം, ഞങ്ങൾ നിങ്ങളുടെ സഹായികളായി നിങ്ങളുടെ സപ്പോർട്ടേഴ്സായിട്ട് കൂടെ ഉണ്ടായിരുന്നുവല്ലോ. ഞങ്ങളില്ലാത്ത വിധത്തിലായിരുന്നു നിങ്ങൾ എന്ത് മെനക്കെട്ടിരുന്നതെങ്കിൽ, ഒരുപക്ഷെ യുദ്ധത്തിന് മെനക്കെട്ടിരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേനെ. അപ്പൊ നിർണായക സന്ദർഭങ്ങളിൽ ഞങ്ങളുടേതായിട്ടുള്ള ചില സഹായങ്ങൾ അത് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്വത്ത് ഞങ്ങൾക്കും കൂടി അനുവദിക്കണം. സ്വാഭാവികമായും ഇല്ലല്ല, ഇത് പൊരുതിയ ആളുകളും പണിയെടുത്ത ആൾക്കാരും കൊണ്ടുപോയാൽ മതി എന്ന അർത്ഥത്തിലൊക്കെയുള്ള ചർച്ചകൾ നടന്നു. സഹാബത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ആർക്കാണിത്? എനിക്ക് അവകാശപ്പെട്ടത് അല്ലാതെ എനിക്ക് വേണം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള തർക്കങ്ങൾ ബദർ യുദ്ധത്തിലെ സമരാർജിത സ്വത്തിനെ സംബന്ധിച്ച് മുസ്ലിമുകൾക്കിടയിൽ തർക്കമുണ്ടായി. ആ തർക്കമുണ്ടായിട്ട് ജലാലൈനിൽ പറയുന്നത് പോലെ ഫഖാല ശുബ്ബാനു ഹിയ ലനാ ലിഅന്നാ ബാശർനൽ ഖിതാൽ, ചെറുപ്പക്കാർ പറഞ്ഞു, ഡയറക്ട്ലി യുദ്ധത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു, ഞങ്ങളാണ് നേരിട്ട് യുദ്ധം നയിച്ചത്, അതുകൊണ്ട് സ്വത്ത് ഞങ്ങൾക്കുള്ളതാണ്. അതേസമയത്ത് വയസ്സന്മാര് പറഞ്ഞു, നേരിട്ടൊന്നും പങ്കെടുക്കാത്ത എന്നാൽ പതാകക്ക് കീഴിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആൾക്കാർ പറഞ്ഞു,
ഞങ്ങള് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒപ്പമുണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വിജയം ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി അനുവദിക്കണം. അങ്ങനെ തർക്കമായപ്പോൾ യസ്അലൂനക, അവർ നബി തങ്ങളോട് ചോദിച്ചു, അവർ തങ്ങളോട് ചോദിക്കും അനിൽ അംഫാൽ, സമരാർജിത സ്വത്തിനെ സംബന്ധിച്ച്, അതായത് അത് ആർക്കുള്ളതാണ് എന്ന് അവർ ചോദിക്കും. ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നത് എന്താ? ഖുൽ, നബിയെ തങ്ങൾ അവരോട് പറയാ, അൽ അംഫാലു ലില്ലാഹി വർ റസൂൽ, സമരാർജിത സ്വത്ത് അള്ളാഹുവിനും അവന്റെ റസൂലിനും ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ യജ്അലാനിഹ ഹൈസു ശാഅ, അള്ളാഹുവും അവന്റെ റസൂലും അതെങ്ങനെ ക്രയവിക്രയം ചെയ്യണം, കൈകാര്യം ചെയ്യണം എന്നാണോ ഉദ്ദേശിക്കുന്നത്, അതുപോലെ അവർ കൈകാര്യം ചെയ്യും. അങ്ങനെ കൈകാര്യം ചെയ്താൽ ആ കൈകാര്യം ചെയ്ത റൂട്ട് നിങ്ങൾ അംഗീകരിക്കുകയും അത് നിങ്ങൾ സ്വീകരിക്കുകയും പൊരുത്തപ്പെടുകയുമാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിഗമനങ്ങളിലോ അഭിപ്രായങ്ങളിലോ എത്തണ്ട. അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കത്തിന്റെയോ പ്രതിസന്ധി ഉണ്ടാക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യങ്ങളില്ല എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വാസ്ലിഹൂ ദാത്ത ബൈനിക്കും, നിങ്ങൾക്കിടയിൽ രത്തിപ്പുണ്ടാക്കുകയും വേണം. അതായത് ഈ ഒരു ദുനിയാവിന്റെ പേരിൽ, ഈ ഗനീമത്ത് സ്വത്തിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും തന്നെ തമ്മിൽ തർക്കത്തിലോ നിങ്ങൾ തമ്മിലുള്ള ഊഷ്മളമായ സ്നേഹബന്ധത്തിന് ഉലച്ചിൽ തട്ടുന്ന ശൈലിയിലേക്കോ പോകാൻ പാടില്ല. നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന അതേ കണ്ടീഷനിൽ തന്നെ നല്ല യോജിപ്പോടുകൂടെ പരസ്പരമുള്ള ചങ്കുകളായി തന്നെ നിലകൊള്ളുന്ന സമീപനം സ്വീകരിക്കണം. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിച്ചുകൊണ്ട് പടച്ചോനെ ഭയപ്പെട്ട് ജീവിക്കണം. അള്ളാഹുവിന് എതിരിൽ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു പോകുന്നതിന് തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾക്കിടയിൽ അനാവശ്യമായ ശണ്ടയും തർക്കവും നിങ്ങൾ ഒഴിവാക്കണം എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് ഫാസ്ലിഹൂ ദാത്ത ബൈനിക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ രത്നിപ്പുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു വാത്തിഉല്ലാഹ വറസൂല, അള്ളാഹുവിനെ അവന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കുകയും വേണം. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. അപ്പൊ അള്ളയും റസൂലുമാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അവരെടുക്കുന്ന തീരുമാനം എന്തായാലും ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കുക എന്ന സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതിന്റെ പേരിൽ പ്രത്യേക തർക്കമോ പ്രശ്നങ്ങളോ ഏതെങ്കിലും നിരക്കുള്ളൊരു മോശമായ സീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളോ നിങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹു തആല പറഞ്ഞതോടുകൂടെ സത്യവിശ്വാസികളായിട്ടുള്ള സഹാബികൾ അവരെല്ലാവരും അവരവരുടെ തീരുമാനങ്ങളൊക്കെ മാറ്റി എന്താണോ അള്ളാഹുവിന്റെ റസൂലും പറയുന്നത് അതിന്റെ കൂടെ നിൽക്കാമെന്നവർ പ്രഖ്യാപിച്ചു. അതാണുള്ളത് യഥാർത്ഥ മുഅ്മിനിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത്. അതാണ് ആ ക്വാളിറ്റി അവർ കാണിച്ചു. ഇതാണ് ഇതിന്റെ തുടക്കത്തിലെ വിഷയം. ഇനി അല്ലാഹു തആല യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ഏതാനും വിശേഷണങ്ങളും സ്വഭാവങ്ങളും പറയാം. ഇന്നമൽ മുഅ്മിനൂന, നിശ്ചയം യഥാർത്ഥ സത്യവിശ്വാസികൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണം എന്നാണല്ലോ ഇപ്പൊ കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞത്. മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അത് നിർബന്ധമെന്ന് പറഞ്ഞു. അവ എങ്ങനെയാണ് മുഅ്മിനീങ്ങളാവുക? അതിന്റെ ചില വിശേഷണങ്ങളും സ്വഭാവങ്ങളുമാണ് ഇവിടെ പറയുന്നത്. പ്രധാനപ്പെട്ട 5 സ്വഭാവങ്ങൾ ഈ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂൻ, നിശ്ചയം പൂർണ്ണ വിശ്വാസികൾ, അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഭയപ്പെടും. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. അല്ലാഹ് എന്ന നാമം കേൾക്കുമ്പോഴേക്ക് തന്നെ അവർക്കൊരു കിടുക്കം, അവർക്കൊരു കോരിത്തെരിപ്പ് അതൊക്കെ അനുഭവപ്പെടും. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടുള്ള കോരിത്തെരിപ്പുമുണ്ട്, അള്ളാഹുവിന്റെ ഗാംഭീര്യവും അവന്റെ മഹത്വവും മനസ്സിലാക്കിക്കൊണ്ടുള്ള കോരിത്തെരിപ്പുമുണ്ട്. പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലർ രേഖപ്പെടുത്തിയത് കാണാം, പേടി എന്ന് പറയുന്നത് 2 സൈസാണ്. ഖൗഫു ഇഖാബിൻ വഖൗഫുൽ ഹൈബത്തി വൽ അലമ. പേടിയുടെ, അല്ലാഹു തആല ശിക്ഷിക്കുമല്ലോ എന്ന നിലക്കുള്ള പേടിയുടെ ഒരു ഇതുണ്ട്, ഒരു അവസ്ഥ. ആ നിലക്കുള്ള ശിക്ഷ വരുമെന്നുള്ള പേടിക്കണ ഒരു പേടിയുണ്ട്. ആ പേടി എന്ന് പറഞ്ഞത് ദോഷികളായിട്ടുള്ള ആളുകളുടെ പേടിയാണ്. വളരെ ഗ്രേഡ് കുറഞ്ഞ ആൾക്കാരാണ് അവർ. അതേസമയത്തോ ഖൗഫുൽ ഹൈബത്തി വൽ അലമ, അള്ളാഹു ഉന്നതനും മഹാനുമാണല്ലോ, ആ മഹത്വത്തിന് നിരക്കുന്ന വിധത്തിൽ അവിടത്തോടെ എനിക്ക് ബന്ധപ്പെടാൻ പറ്റിയില്ലല്ലോ എന്ന ഭയം, അത് വഹുവ ഖൗഫുൽ ഖവാസി, പ്രത്യേകക്കാരായ അടിമകളുടെ പേടിയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹ് എന്ന് കേട്ടാൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ എല്ലാവരും പേടിക്കും. ചിലര് പടച്ചോന്റെ ശിക്ഷയെ പേടിക്കുന്നവരായിരിക്കും,
ചിലർ അള്ളാഹുവിന്റെ മഹത്തായ ആ സ്ഥാനത്തെ, അവന്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിച്ചു ഭയപ്പെടുന്നവരായിരിക്കും. ഏതായാലും അവർ അള്ളാഹ് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിനൊരു ചാഞ്ചല്യം, അവരുടെ മനസ്സിനൊരു പ്രത്യേക കുളിർമയുണ്ടാകും. വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിന്റെ ആയത്തുകൾ അവരുടെ മേലിൽ ഓതിക്കൊടുക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാനാ, അവർക്കത് വിശ്വാസം വർദ്ധിപ്പിക്കും. അതായത് അവരുടെ മനസ്സിൽ നേരത്തെ തന്നെ അള്ളാഹു എന്ത് പറഞ്ഞാലും ശരിയാണ് എന്ന ഒരു വിശ്വാസമുണ്ട്. അത് ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ദൃഢപ്പെട്ടു വരും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ നാഥന്റെ മേലിൽ മാത്രം ബരമേൽപ്പിക്കുന്നവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന യജമാനൻ, അവനാണ് എന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അവൻ തീരുമാനിച്ചതേ നടക്കൂ. മാഷാ അല്ലാഹു കാൻ വമാ ലം യശാ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചതുണ്ടാകും, അല്ലാത്തതൊന്നും ഉണ്ടാവില്ല. അല്ലാഹു എനിക്ക് തരാൻ തീരുമാനിച്ചത് തടയാൻ ലോകത്തുള്ളവരെല്ലാവരും കൂടിയാലും അവർക്ക് സാധിക്കില്ല. അല്ലാഹു തരണ്ടാന്ന് തീരുമാനിച്ചതാണെങ്കിൽ അത് തരാൻ ലോകത്തുള്ളവരെല്ലാവരും ഗ്യാങ്ങായാലും അവരെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവിൽ ബരമേൽപ്പിക്കുകയാണ്, അവനിൽ ഏൽപ്പിക്കുകയാണ് എന്ന നിലപാട്, ആ നിലപാട് സ്വീകരിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ എന്തു പ്രതിസന്ധികൾ വരുമ്പോഴും ആ വിഷയത്തിൽ അല്ലാഹു തആല എന്ത് തീരുമാനമാണോ എടുക്കുന്നത് ആ തീരുമാനം അംഗീകരിക്കാൻ ഞാൻ റെഡിയാണ് എന്ന ഒരു പ്രത്യേകമായ പ്രഖ്യാപനത്തിന്റെ സ്വഭാവത്തിലേക്ക്, അവസ്ഥയിലേക്ക് അവർ മാറുന്നുണ്ടാകും. തവക്കുലിന്റെ ഒരു വല്ലാത്ത ശൈലിയാണല്ലോ അത്. ആ നിലക്കുള്ള ആളുകളാണ് ആ മുഅ്മിനീങ്ങളായിട്ടുള്ള, യഥാർത്ഥ മുഅ്മിനുകളായിട്ടുള്ള ആളുകൾ. അവരുടെ മറ്റൊരു വിശേഷണമാണ് അല്ലദീന യുഖീമൂനസ്സലാഹ്, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. നിസ്കാരം നിലനിർത്തുക വെച്ചാൽ നിസ്കരിക്കുക എന്നല്ല പറഞ്ഞത്, നിസ്കാരം നിലനിർത്തുക. നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഇമാം സാവി ഉദ്ധരിക്കുന്നത് കാണാം, യുലാസിമൂനഹ ഫി ഔഖാത്തിഹാ മുസ്തവിയത്ത ശുറൂത്തി വൽ അർക്കാനി വൽ ആദാബ്. അവർ നിസ്കാരം അതിന്റെ സമയങ്ങളിൽ തന്നെ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട്, അതിലുള്ള കണ്ടീഷൻസുകളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട്, മര്യാദകളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് നിസ്കരിക്കും. ഇതാണ് നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ. തോന്നുമ്പോൾ ചൊല്ലിയാവില്ല, അതേപോലെ എങ്ങനെങ്കിലും ഒരു കോഴി കൊത്തുന്നത് പോലത്തെ ഒരു മറച്ചിലാവില്ല. നിസ്കാരത്തിൽ പാലിക്കേണ്ട മര്യാദകളെല്ലാം പാലിക്കും. തലമറച്ച്, ചുമലുമറച്ച് ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്ന സമീപനം, അത് സമയബന്ധിതമായി തന്നെ നിർവഹിക്കുന്ന സ്വഭാവം അവർ സ്വീകരിക്കും. അതാണ് നിസ്കരിക്കലല്ല, നിസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നതാണ് മുഅ്മിനീങ്ങളുടെ ലക്ഷണമായി അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിടത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിസ്കരിക്കുക എന്ന് പറയുന്നതിന് പകരം നിസ്കാരം നിലനിർത്തുക എന്ന പ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത് എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും അല്ലദീന യുഖീമൂനസ്സലാഹ്, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ സമ്പത്ത്, ആ സമ്പത്തിൽ നിന്ന് ആവശ്യക്കാർക്ക് അർഹമായ വിധത്തിൽ സഹായങ്ങൾ ചെയ്യും. നിർബന്ധ സക്കാത്ത് മാത്രമല്ല, സുന്നത്തായ സദഖയും കൂടെ ചേർത്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രയോഗമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നിർബന്ധ സക്കാത്ത് എന്തായാലും കൊടുത്തേ പറ്റൂ. അതേസമയത്ത് സുന്നത്തായ സദഖകൾ, ആവശ്യക്കാരുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകൽ, അതൊക്കെ വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഉലൈക, ആ കൂട്ടർ, അഥവാ ഈ പറഞ്ഞ വിശേഷണങ്ങളുള്ളവർ, അല്ലാഹു കേൾക്കുമ്പോഴേക്ക് ഹൃദയം ഭയപ്പെടുകയും ആയത്തുകൾ ഓതി കേൾക്കപ്പെടുമ്പോഴും വിശ്വാസം വർദ്ധിക്കുകയും അല്ലാഹുവിന്റെ മേലിൽ വരവേൽപ്പിക്കുകയും ആ നിസ്കാരം കൃത്യമായി നിലനിർത്തുകയും അല്ലാഹു തആല നൽകിയതിൽ നിന്ന് ചെലവാക്കുകയും ചെയ്യുന്ന ആളുകൾ, ആ പറഞ്ഞ ആളുകൾ അൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. ഒരു സംശയമില്ലാത്ത വിധം സത്യവിശ്വാസത്തിന്റെ ആൾരൂപങ്ങളാണ് എന്ന് പറയാവുന്നവരാണ് ഈ 5 വിശേഷങ്ങളുള്ളവർ. ലഹും ദറജാത്തുൻ, അവർക്ക് സ്ഥാനമാനങ്ങളുണ്ട്. ഇൻദ റബ്ബിഹിം, അവരുടെ നാഥന്റെ അടുക്കൽ അല്ലാഹു അവർക്ക് പ്രത്യേക പദവികൾ നൽകുന്നുണ്ട്. മഗ്ഫിറത്തുൻ, പാപമോചനവും അല്ലാഹു തആല അവർക്ക് നൽകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളും അരുതായ്മകളും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നേരത്തെ പറഞ്ഞ സുഹൃതങ്ങളുടെ പേരിൽ അല്ലാഹു തആല അതെല്ലാം പുറത്തു കൊടുക്കുന്നുണ്ട്. വരിസ്ഖുൻ കരീം, മഹത്തായ ഉപജീവനവും അവർക്കുണ്ട്. അഥവാ സ്വർഗത്തിലെ നല്ല അല്ലാഹു പ്രത്യേകം പരിഗണിക്കുന്ന ഭക്ഷണ സാധനങ്ങളും മറ്റും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത
വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നുണ്ട് എന്നാണ് അല്ലാഹു ഉണർത്തിയത്. ഈ 5 സ്വഭാവങ്ങളും ജീവിതത്തിൽ പകർത്തി നല്ല മുഅ്മിനീങ്ങളാവാൻ അല്ലാഹു നമ്മളെ പരിഗണിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.